നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഗ്രാഫൈറ്റ് പൗഡർ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പൗഡറും കൂടി യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന 5 പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിച്ച് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പോയിന്റ് നമ്പർ 1, ഡോണ്ട് യൂസ് ഡാർക്ക് ഗ്രാഫൈറ്റ് പൗഡർ. മാക്സിമം പോയ 4B പെൻസിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ. കൂടുതൽ ഡാർക്ക് ഗ്രാഫൈറ്റ് പൗഡർ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പ്രെഡായി നമ്മുടെ പേപ്പറിനെ തന്നെ നശിപ്പിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പോയിന്റ് നമ്പർ 2, അപ്ലൈ ഓൺലി ഓൺ ഷെയ്ഡ്സ്. ഷെയ്ഡുള്ള ഭാഗത്ത് മാത്രം ഗ്രാഫൈറ്റ് പൗഡർ അപ്ലൈ ചെയ്യുക. ചില ഭാഗത്ത് ഹൈലൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം മിനിമലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം ഗ്രാഫൈറ്റ് പൗഡർ. ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ഭംഗിനെ തന്നെ ഗ്രാഫൈറ്റ് പൗഡർ നശിപ്പിക്കും. പോയിന്റ് നമ്പർ 3, റെഡ്യൂസ് പ്രഷർ ഓൺ യുവർ ബ്രഷ്. ഗ്രാഫൈറ്റ് പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ബ്രഷ് പേപ്പറിന്റെ മുകളിലൂടെ മൂവ് ചെയ്യാനായിട്ട്. ബ്രഷ് എപ്പോഴെങ്കിലും പേപ്പറിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പാച്ചസ് പോലെ കാണും. പിന്നെ നമ്മളത് മായ്ച്ചു കളഞ്ഞാലൊന്നും പെട്ടെന്ന് പോവില്ല. പോയിന്റ് നമ്പർ 4, യൂസ് എ സ്മൂത്ത് പേപ്പർ. നമുക്ക് ഹാർഡ് ആയിട്ടുള്ള പേപ്പറിലും ചെയ്യാം, സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറിലും ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് ഗ്രാഫൈറ്റ് പൗഡർ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറിൽ ചെയ്യുമ്പോഴാണ്. കാരണം ഹാർഡ് ആയിട്ടുള്ള പേപ്പറിന് അതിന് കൂടുതൽ ടെക്സ്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ മുകളിൽ ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകതരം ഒരു പാറ്റേണിലായിരിക്കും അത് സ്പ്രെഡ് ആയി പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്കിന്നിന്റെ ഷെയ്ഡിങ്ങും ടെക്സ്ചറും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും. 5ാമത്തെ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഡോണ്ട് ഓവർഡു. ഒരിക്കലും ഓവർഡു ചെയ്യരുത്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം, അതായത് സോഫ്റ്റ് ആയിട്ട് സ്കിന്ന് കാണുന്ന ഭാഗത്ത് മാത്രം ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കണം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.